വെൽക്കം എവരി വൺ. നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സിൽ GST പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഇനി GSTയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. GSTയിൽ നമ്മൾ പർച്ചേസ് എന്നുള്ളൊരു വാക്കോ സെയിൽസ് എന്നുള്ളൊരു വാക്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സപ്ലൈ എന്നുള്ളൊരു വാക്കാണ്. വാട്ട് ഈസ് സപ്ലൈ? നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്ലൈ എന്താണെന്നാണ്. Supply is defined to include all forms of supply goods and all services such as sale, transfer, barter, exchange, license, rental, lease or disposal. So, supply എന്നുള്ള വാക്കിൽ നമുക്ക് സെയിൽസ് വരും, ട്രാൻസ്ഫർ വരും, എക്സ്ചേഞ്ച് വരും, നമ്മുടെ ബാർട്ടർ സിസ്റ്റം വരും. ഇറ്റ്സ് ഓൾ കംസ് അണ്ടർ വൺ നെയിം സപ്ലൈ. പക്ഷേ സപ്ലൈ ആകണമെങ്കിൽ 2 കണ്ടീഷൻസ് അത് ഫുൾഫിൽ ചെയ്യണം. Made or agreed to be made consideration as person in the course of furtherance of business. It must be for the course of furtherance of business. ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരിക്കണം സപ്ലൈ. അതോടൊപ്പം അതിന് കൺസിഡറേഷനും വേണം. കൺസിഡറേഷൻ നിങ്ങൾക്ക് എന്താണെന്നറിയാം, സംതിങ് ഇൻ റിട്ടേൺ. അപ്പം കൺസിഡറേഷൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇറ്റ്സ് കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ സപ്ലൈ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം സപ്ലൈക്കകത്ത് ഈ വരുന്ന ഐറ്റംസ് എല്ലാം ഉൾപ്പെടും. നമ്മൾ പറഞ്ഞ പർച്ചേസ് സെയിൽസ് മാത്രമല്ല, ലീസ് ഉൾപ്പെടും, ട്രാൻസ്ഫർ ഉൾപ്പെടും, എക്സ്ചേഞ്ച് വരും, ബാർട്ടർ വരും, ലൈസൻസ് വരും, റെൻ്റൽ വരും, സെയിൽ, ഡിസ്പോസൽ ആൻഡ് എവറിത്തിങ് കംസ് അണ്ടർ ദ ടേം സപ്ലൈ. ദർ ഇസ് നോ അതർ ടേംസ് യൂസ്ഡ് ഇൻ GST. In GST, in all the aspects we use the term supply. Okay, so the term supply is so much important. And some basic conditions regarding the supplies. Firstly, I already said സപ്ലൈ ഇസ് ഡൺ ഫോർ എ കൺസിഡറേഷൻ. നമ്മൾ സപ്ലൈ നടത്തുന്നതിന് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണം. ഇപ്പം നിങ്ങൾ കടയിൽ പോയൊരു പെൻ വാങ്ങിച്ചു. നിങ്ങൾ പെൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആ കടയിലെ ഉടമസ്ഥന് നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആ എമൗണ്ട്. തിരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? പെൻ കിട്ടുന്നു. അപ്പോൾ സംതിങ് ഇൻ റിട്ടേൺ 2 പേർക്കും ഉണ്ട്. സോ അതാണ് സപ്ലൈ, കൺസിഡറേഷൻ വേണമെന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, സപ്ലൈ ഇസ് ഡൺ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. സപ്ലൈ എന്തിനു വേണ്ടിയായിരിക്കണം? ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അപ്പം ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? സപ്ലൈ എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി, എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു പെൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു കാറ് വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞത് പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ അത് എന്തല്ല, GSTയിൽ സപ്ലൈ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അവൻ്റെ ബർത്ത്ഡേക്ക് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പം നമ്മളാരും പൈസ മേടിച്ചിട്ടല്ലോ അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല? സപ്ലൈ എന്നുള്ളൊരു വാക്കിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഇനി നോർമലി സപ്ലൈ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. നോർമലി സപ്ലൈ നമുക്ക് 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ, ബേസ്ഡ് ഓൺ റെസിപ്പിയൻ ആൻഡ് ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. നോർമലി സപ്ലൈക്ക് 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതായിരുന്നത്. അതെന്ന് വെച്ചാൽ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. നമുക്കിവിടെ നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടു, ഒരു സംസ്ഥാനത്ത് തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് വിത്ത് ഇൻ എ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ആ വിത്ത് ഇൻ എ സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ ഈ സ്റ്റേറ്റിൽ മാത്രം ഇവിടെ നടക്കുന്നു. ആ സെയിം സ്റ്റേറ്റിൽ മാത്രം നടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. So if a transaction taken place within a state, we call it as intra-state supply. And look at here. ഇത് ഇവിടെ നിന്ന് ഇപ്പം തമിഴ്നാട്ടിലേക്ക് ഗുജറാത്തിൽ നിന്ന് ഗുഡ്സ് വരുന്നു. സോ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? We call it as interstate supply. സോ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് വരും. ആൻഡ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. സോ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ, within the same territory ആണെങ്കിൽ it is called as intrastate supply, and between 2 states ആണെങ്കിൽ it is called interstate supply. Then നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ നോർമലി വരുന്നത് വിത്തിൻ എ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോർമലി 2 ടാക്സുകളോടെ വരും. CGST ആൻഡ് SGST, ഈ 2 ടാക്സുകൾ വരും. ഇപ്പോൾ അതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ടെറിട്ടറിയിൽ തന്നെയാണെങ്കിലും ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ സ്ഥലങ്ങളാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. അങ്ങനെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസിലേക്ക് ഒരു സംസ്ഥാനത്ത് നിന്നും ആ സംസ്ഥാനത്തുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺസിലേക്ക് ട്രാൻസാക്ഷൻ നടന്നാൽ പോലും നമ്മളതിനെ എന്തെന്നേ വിളിക്കുകയുള്ളൂ? ഇൻ്റർ സ്റ്റേറ്റ് എന്നേ വിളിക്കുകയുള്ളൂ.
ദെൻ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ. ഇത് വളരെ എല്ലാവർക്കും ഒത്തിരിയേറെ ഡൗട്ട് വരുന്ന രണ്ട് സപ്ലൈസിനെ പറ്റി നമ്മളിനി പഠിക്കുന്നു. കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ എന്ന് പറയും. അപ്പം രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ടു ഓർ മോർ ഗുഡ്സ് പ്രൊവൈഡഡ് ടു സപ്ലൈ ടുഗദർ, രണ്ടോ അതിലധികമോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് സപ്ലൈ. അതുപോലെ തന്നെ മിക്സഡ് സപ്ലൈ, രണ്ടോ അതിലധികമോ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് നടത്തുന്നു. രണ്ടോ അതിലധികമോ സപ്ലൈ ഒരുമിച്ച് നടത്തുമ്പോൾ വി കോൾ ഇറ്റ് ആസ് കോമ്പോസിറ്റ് സപ്ലൈ. അതുപോലെ തന്നെ മിക്സഡ് സപ്ലൈയും വരും. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിറ്റ് സപ്ലൈ മീൻസ് എ സപ്ലൈ ഈസ് കംപ്രൈസിങ് ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് ആർ നാച്ചുറലി ബണ്ടിൽഡ് ആൻഡ് സപ്ലൈഡ് ഇൻ വിത്ത് ഈച്ച് അതർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കോമ്പോസിറ്റ് സപ്ലൈയിൽ ടു ഓർ മോർ ഗുഡ്സ് നാച്ചുറലി ബണ്ടിൽ, അത് നമുക്ക് ഒരുമിച്ചേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അത് ഒഴിച്ചു മടക്കി രണ്ടായിട്ടോ അല്ലെങ്കിൽ മൂന്നായിട്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും നമുക്കൊരു പൊറോട്ട, നമുക്ക് മലയാളത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പൊറോട്ട. അപ്പോൾ ഈ പൊറോട്ടയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, പൊറോട്ടയും സാമ്പാറും. ഓക്കെ, നിങ്ങൾ പൊറോട്ട വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പാറും കൂടെ കൂടി കിട്ടും. ഒരു കോമ്പിനേഷനാണ് വരുന്നത്, പൊറോട്ട ആൻഡ് സാമ്പാർ. അപ്പോൾ പൊറോട്ടയും സാമ്പാറും വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, അതൊരു കോമ്പിനേഷനാണ്. നമുക്കിപ്പം പൊറോട്ട പഞ്ചസാര കൂട്ടി കഴിക്കുന്നവർ കാണും, അല്ലെങ്കിൽ വേറെ നോൺ വെജ് കൂട്ടി കഴിക്കുന്നവരൊക്കെ കാണും. പക്ഷേ എങ്കിലും നമ്മളൊരു കോമ്പിനേഷനാണ് പൊറോട്ട മേടിക്കുമ്പോൾ സാമ്പാർ. അപ്പോൾ ഒരു കോംബോ ആയിട്ട് ടു ഓർ മോർ ഗുഡ്സ് നാച്ചുറലി ബണ്ടിൽ ആൻഡ് സപ്ലൈ ടുഗദർ. അതും അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹോട്ടൽ റൂം എടുത്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, ആ ഹോട്ടൽ അക്കോമഡേഷൻ കിട്ടും, അതിനൊപ്പം എന്തൊക്കെ പറ്റും, നിങ്ങൾക്ക് അവിടെ വാട്ടർ ഫെസിലിറ്റി കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും, അതുപോലെ നിങ്ങൾക്ക് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടും എന്നെല്ലാം ഓർക്കുക. അതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ഹോട്ടൽ ബില്ലിലാണ് വരുന്നത്. അപ്പം ടു ഓർ മോർ ഗുഡ്സോ സർവീസസ് ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്താൽ, രണ്ടോ അതിലധികമോ സർവീസസ് ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കും. പക്ഷേ ഇതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നാച്ചുറലി ബണ്ടിൽഡാണ് കോമ്പോസിറ്റ് സപ്ലൈ. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് പറയുവാണ്, റൂം എടുത്ത് കഴിയുമ്പോൾ പറയുവാണ് എനിക്ക് റൂം മാത്രം മതി, കറണ്ടും വേണ്ട വെള്ളവും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. കാരണം എന്താ, അതൊരു കോമ്പോസിറ്റ് ആയിട്ടാണ്, ഒരു കോംബോ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റേതിനെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇറ്റ് ഈസ് നാച്ചുറലി ബണ്ടിൽ ആൻഡ് കനോട്ട് ബി സെപ്പറേറ്റഡ്. ആൻഡ് അതാണ് ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ദിസ് ഐറ്റംസ് കനോട്ട് ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിൽ ബി ട്രീറ്റഡ് ആസ് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഒന്ന്, സപ്ലൈ ഓഫ് ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് ടുഗദർ, രണ്ടോ അതിലധികമോ ഗുഡ്സ് ഒരുമിച്ച് സപ്ലൈ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് എ നാച്ചുറൽ ബണ്ടിൽ, നാച്ചുറലി ഇത് ബണ്ടിൽഡ് ആയിരിക്കണം. ആൻഡ് ദേ കനോട്ട് ബി സെപ്പറേറ്റഡ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഒരുമിച്ച് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ അതാണ് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് ഏത് GST റേറ്റ് ആണ് വരുന്നതെന്നുള്ളതാണ് നമുക്കൊരു സംശയം വരുന്നത്. ഈ GST റേറ്റ് ഏതാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രിൻസിപ്പൽ സപ്ലൈ. ഇതിലേതാണ് മേജർ സപ്ലൈ, പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് വരുന്നത്, പ്രധാനപ്പെട്ട സപ്ലൈ ആയിട്ട് ഇതിൽ വരുന്നത് എന്താണ് എന്നൊരു ചോദ്യം വരും. ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈം പർപ്പസ് എന്താണ്, നിങ്ങൾ താമസിക്കുക അക്കോമഡേഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈം പർപ്പസ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ടേ വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്ലെയിൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക്, ഒരു പ്ലെയിനിൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അവിടെ എന്തൊക്കെ വരും. റീസെൻ്റ്ലി നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. അപ്പോൾ അവർക്കെല്ലാം ഇൻഷുറൻസ് തുകയായിട്ട് 1 crore rupees കിട്ടുമെന്ന് കഴിഞ്ഞ പത്രത്തിൽ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു പ്ലെയിൻ ടിക്കറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും, നിങ്ങൾക്കുള്ള ഇൻഷുറൻസ് ഉൾപ്പെടും, ആ പ്ലെയിനിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഫുഡ് ഉൾപ്പെടും, നിങ്ങളുടെ ട്രാവലിംഗ് പർപ്പസ് എല്ലാം അതിൽ ഉൾപ്പെടും. അപ്പം ഇതിലേതാണ് പ്രധാനപ്പെട്ട സപ്ലൈ. അപ്പം നിങ്ങൾക്കൊരു പ്ലെയിൻ ടിക്കറ്റ് എടുക്കുമ്പം 3 അതിലധികമോ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളോട് ചോദിക്കുമ്പം ഏതായിരിക്കും, നമ്മുടെ ടിക്കറ്റ് എടുത്തതിൻ്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു, ട്രാവൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്നതിനുള്ള GST റേറ്റ് എത്രയാണോ, ആ ടിക്കറ്റിനുള്ള റേറ്റ് എത്രയാണ്, അതാണ് കംപ്ലീറ്റ് GST റേറ്റ് ആയിട്ട് നമുക്ക് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റിൽ തന്നെയായിരിക്കും മൊത്തം സർവീസസ് എന്ത് ചെയ്യുന്നത്, അല്ല മൊത്തം സപ്ലൈ എന്ത് ചെയ്യുന്നത്, ടാക്സബിൾ ആകുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മൾ പൊറോട്ടയും സാമ്പാറും വാങ്ങിച്ചു. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം എന്താണ്, പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടയുടെ ടാക്സ് റേറ്റ് എത്രയാണോ അതായിരിക്കും എല്ലാത്തിനും വരുന്നത്. അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ. പ്രിൻസിപ്പൽ സപ്ലൈ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈ, അതിനെ നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു.
ദെൻ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ നമ്മളിതിനെ മിക്സഡ് സപ്ലൈ, അതിലൊരു രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ പോലെ തന്നെ മിക്സഡ് സപ്ലൈ. ഈ മിക്സഡ് സപ്ലൈയിലും ഒരു കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് മെയ്ഡ് ടുഗദർ ഫോർ എ സിംഗിൾ പ്രൈസ്. രണ്ടോ അതിലധികമോ ഐറ്റം എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ഐറ്റംസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഇസ് നോട്ട് ഡിപ്പെൻഡ് ചെയ്ത്. പക്ഷേ അപ്പുറത്ത് എന്തായിരുന്നു, ഇറ്റ് ഈസ് കോമ്പോസിറ്റ് സപ്ലൈയിൽ ഇറ്റ് ഈസ് നാച്ചുറലി ബണ്ടിലായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, ഇത് സെപ്പറേറ്റ് ആണ്, നമുക്ക് രണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ മിക്സഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ബേക്കറിയിൽ പോയി എന്ന് ഓർക്കുക. നിങ്ങളുടെ ഒരു ബേക്കറിയിൽ പോയി നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു ബേക്കറിയിൽ പോയി അവൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഉദാഹരണത്തിന് നിങ്ങളൊരു കേക്ക് വാങ്ങിച്ചു, ദെൻ ചിപ്സോ പക്കാവടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു, ദെൻ ഒരു സ്പ്രൈറ്റിൻ്റെ ഒരു കുപ്പി സ്പ്രൈറ്റും വാങ്ങിച്ചെന്ന് ഓർക്കുക. അപ്പം ഇതിന് മൂന്ന് ടൈപ്പ് ഓഫ് മൂന്ന് റേറ്റ് ആണ് വരുന്നത്. ഇപ്പം നമ്മുടെ സ്നാക്സ് ഐറ്റത്തിന് 12% GST, കേക്കിന് 18% GST, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച സോഫ്റ്റ് ഡ്രിങ്ക്സിന് 28% GST ആണെന്ന് ഓർക്കുക. അപ്പം നമ്മൾ ഈ 3 ഐറ്റം ഒരുമിച്ചാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത്, കോംബോ മിക്സഡ് ആയിട്ടാണ് വാങ്ങിച്ചത്. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി. കേക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് സ്പ്രൈറ്റ് വാങ്ങിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളിത് മേടിച്ചത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, അതിലേതിനാണോ ഏറ്റവും ഹയസ്റ്റ് റേറ്റ്, ഇപ്പം നമ്മളിവിടെ നോക്കിയാൽ സോഫ്റ്റ് ഡ്രിങ്ക്സിനാണ് 28% GST ഉള്ളത്. അപ്പോൾ ആ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ തന്നെ റേറ്റ് ബാക്കി എല്ലാ ഐറ്റത്തിനും കൂടി വരും. അപ്പം നമ്മളവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പം കോമ്പോസിറ്റ് സപ്ലൈയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് എടുത്തപ്പം ഇവിടെ മിക്സഡ് സപ്ലൈയിൽ ഏറ്റവും കൂടുതൽ GST റേറ്റ് ഉള്ളത് ഏതിനാണോ അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, അതിനെ നമ്മൾ പ്രധാനപ്പെട്ട സപ്ലൈ ആയിട്ട് എടുക്കും. ഇപ്പം ഇന്നെങ്കിൽ ഈ ഫോട്ടോയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഡിഫറൻസ്. ഇപ്പം ഞാൻ കടയിൽ പോയി ഇത്ര ഐറ്റംസ്, ഒരു കാഷ്യൂ നട്ട്സ് വാങ്ങിച്ചവർക്ക് 12% ആണ് അതിന് GST, ദെൻ 18% കേക്കിന് GST, പേസ്ട്രിയാണ് 18%, ദെൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു 28% GST വരും. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ അപ്പുറത്തെ കോമ്പോസിറ്റ് സപ്ലൈ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഇതിൽ പ്രധാനപ്പെട്ട സപ്ലൈ ഏതാണെന്ന് കണക്കാക്കുമായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കടയിൽ നമ്മളോട് ചെല്ലുമ്പോൾ നമ്മളോട് ഈ 3 ഐറ്റം ഒരുമിച്ച് കിടക്കാൻ ആരും പറയില്ല. ആരും നമ്മളോട് ഈ 3 ഐറ്റം ഒരുമിച്ച് മേടിക്കാൻ പറയില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരുമിച്ച് ഈ 3 ഐറ്റം മേടിച്ചു. ഇത് 3 ഐറ്റവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ പേസ്ട്രിയും കാഷ്യൂ നട്ട്സും തന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും മാത്രം വാങ്ങിക്കാം. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോമ്പിനേഷൻ മിക്സഡ് സപ്ലൈയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് GST കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ കാഷ്യൂ നട്ട്സിന് 12% ഉള്ളൂ, പേസ്ട്രിക്ക് 18% ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സിന് 28% ഉണ്ട്. അപ്പോൾ ഇവിടെ GST പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഏതിനാണോ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഏതിനാണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഉള്ളത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിന് 28% GST ഉണ്ട്. അപ്പോൾ ഈ 28% റേറ്റ് തന്നെ ബാക്കി കാഷ്യൂ നട്ട്സിനും വരും, അതുപോലെ തന്നെ പേസ്ട്രിക്കും വരും. സോ ഇതാണ് നമ്മുടെ മിക്സഡ് സപ്ലൈ കോമ്പോസിറ്റ് സപ്ലൈയും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. എല്ലാവർക്കും ഒത്തിരി ഡൗട്ട് വരുന്നൊരു ഏരിയ ആണ് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ. രണ്ടും ഒന്നാണ്. കോമ്പോസിറ്റ് സപ്ലൈയിലും മിക്സഡ് സപ്ലൈയിലും എന്താണ് സംഭവിക്കുന്നത്, രണ്ടിലും 2 or more ഐറ്റംസ്, 2 അതിലധികം ഐറ്റംസ് ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നു. പക്ഷേ കോമ്പോസിറ്റ് സപ്ലൈയിൽ എന്താണ് അത് സംഭവിക്കുന്നത്, ഇറ്റ് ഈസ് നാച്ചുറലി ബണ്ടിൽ. ഒന്നിൽ നിന്ന് വേർതിരിച്ച് മറ്റൊന്നിനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇവിടെയോ നമുക്ക് എന്ത് ചെയ്യാം, അത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാം മിക്സഡ് സപ്ലൈയിൽ. ദെൻ അതിലെ പ്രിൻസിപ്പൽ സപ്ലൈ എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിൽ പ്രിൻസിപ്പൽ സപ്ലൈ ഇപ്പുറത്ത് വരുമ്പോൾ നമ്മുടെ കോമ്പോസിറ്റ് സപ്ലൈയിലെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണോ അതിനെ നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് എടുക്കും. ഇവിടെ മിക്സഡ് സപ്ലൈയിലോ ഇതിൽ ഏറ്റവും കൂടുതൽ GST റേറ്റ് ഉള്ളത് ഏതിനാണോ ടാക്സർ സപ്ലൈ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് കോമ്പിനേഷൻ. ഒരു എക്സാമ്പിളാണ് ഇതിന് കോമ്പോസിറ്റ് സപ്ലൈയുടെ. ഇപ്പം അല്ലെങ്കിൽ മിക്സഡ് സപ്ലൈ. ഇപ്പം നമ്മൾ പെന്നും ടൈയും വാങ്ങിച്ചു. പെന്നും ടൈയും തമ്മിൽ യാതൊരുവിധ റിലേഷൻ ഉള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മളൊരു പെന്നും ടൈയും വാങ്ങിച്ചു, നമുക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് പെന്നും ടൈയും ഒരുമിച്ച് വാങ്ങാം. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഒരുമിച്ച് വാങ്ങണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ അത് മിക്സഡ് സപ്ലൈ ആണ്, അത് നാച്ചുറലി ബണ്ടിൽഡല്ല. പക്ഷേ ഇത് നോക്കി, നിങ്ങളൊരു ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒപ്പം കിട്ടി, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഫുഡ് കിട്ടി, ഇലക്ട്രിസിറ്റി കിട്ടി, പവർ എല്ലാം കിട്ടി. അപ്പോൾ ഒരുമിച്ചാണ് ഇത് വരുന്നത്. നമ്മളെപ്പോഴും റൂം എടുത്താലോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ടിക്കറ്റ് എടുത്താലോ എങ്ങനെ തരത്തുള്ളൂ, നാച്ചുറലി ബണ്ടിൽഡായിട്ട് തരുള്ളൂ. അത് കോംബോ ആയിട്ട് ഒരുമിച്ച് തരുള്ളൂ, രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തരികയില്ല. സോ അതാണ് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മിക്സഡ് സപ്ലൈയും കോമ്പോസിറ്റ് സപ്ലൈയും 2 or more ഐറ്റംസ് ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ മിക്സഡ് സപ്ലൈയിൽ എന്ത് സംഭവിക്കുന്നു,
ആദ്യം കോമ്പോസിറ്റ് സപ്ലൈ പറയാം. കോമ്പോസിറ്റ് സപ്ലൈയിൽ ഇറ്റ് ഈസ് നാച്ചുറലി ബണ്ടിൽ ആൻഡ് ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. പക്ഷേ മിക്സഡ് സപ്ലൈയിലോ it is not naturally bundled and it can be separated. So that's about mixed supply and composite supply. So thank you.